യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 4. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും, ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം. നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി. ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ. രക്ഷയുടെ വാഗ്ദാനം. അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവും ആയിരിക്കും. ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവും ആയിരിക്കും. സിയോനിൽ, ജെറുസലേമിൽ അവശേഷിക്കുന്നവർ, ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. പ്രിയ ദൈവജനമേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിപാലനയിൽ യേശയ്യാ പ്രവാചകൻ വഴി യഹൂദ ജനതയ്ക്ക് ലഭിച്ച വലിയൊരു വെളിപാടാണ് 4-ാം അധ്യായം. ഇസ്രായേൽ ജനത വിഗ്രഹാരാധനയിലും അഹങ്കാരത്തിലും മുഴുകി നടന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ ഈ മുന്നറിയിപ്പുമായി അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അസീരിയൻ സാമ്രാജ്യം ചുറ്റുമുള്ള രാജ്യങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ യഹൂദ ജനത ഭയചകിതരായി കഴിയുകയായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രാജാക്കന്മാരും പ്രമാണിമാരും ദൈവത്തെക്കാൾ ഉപരിയായി ലൗകിക ശക്തികളിൽ ആശ്രയം വെച്ചപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ അയച്ചു. ശിക്ഷാവിധിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിനിടയിലും പ്രത്യാശയുടെ ഒരു പൊൻകിരണം ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യൻ്റെ പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷയും എന്നാൽ അതിനുശേഷം അവിടുന്ന് നൽകുന്ന കരുണയും ഇവിടെ വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിലെ ഈ ചരിത്ര പശ്ചാത്തലം ഇന്നും ദൈവജനത്തിന് വലിയൊരു പാഠമായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. യെരുസലേമിൻ്റെ പതനവും തുടർന്നുള്ള ഉദ്ധാരണവും ഈ അധ്യായ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ അധ്യായം പഠിക്കുമ്പോൾ ചരിത്രവും ആത്മീയതയും ഒരേപോലെ ഗൗരവമായി നാം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശമെന്ന് പറയുന്നത് യെരുസലേമിൻ്റെ വിശുദ്ധീകരണവും ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ശാഖയുടെ ഉദയവും ആണ്. 7 സ്ത്രീകൾ ഒരു പുരുഷനെ സമീപിച്ച് തങ്ങളുടെ അപമാനം നീക്കാൻ അപേക്ഷിക്കുന്ന വിലാപകരമായ ഒരു ചിത്രത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. പുരുഷന്മാരുടെ അഭാവവും യുദ്ധം വരുത്തി വെച്ച നാശവും ജനതയെ എത്രത്തോളം തളർത്തിയെന്ന് ഈ പ്രവചനം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പാപത്തിൻ്റെ മാലിന്യം കഴുകിക്കളഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഉയർത്തും എന്ന വലിയ വാഗ്ദാനം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശാഖ മനോഹരവും മഹത്വപൂർണവുമായി തീരുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി കാണുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയായിട്ടാണ് സഭ എന്നും വിശ്വസിച്ചു പോരുന്നത്. ശിക്ഷാവിധിക്ക് ശേഷം അവശേഷിക്കുന്നവർ പരിശുദ്ധർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ളത് വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെ മേഘവും പ്രകാശവും സിയോൻ പർവ്വതത്തിന് മുകളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് ഇവിടെ പറയുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് തണലായും കൊടുങ്കാറ്റിൽ നിന്ന് അഭയമായും ദൈവം കൂടെ ഉണ്ടാകും എന്നതാണ് കേന്ദ്ര സന്ദേശം.
ദൈവമില്ലാതെ മനുഷ്യൻ ഒന്നുമല്ലെന്നും അവിടുത്തെ കൃപയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്നും നാം തിരിച്ചറിയണം. ഈ വേദഭാഗം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഏശയ്യായുടെ കാലഘട്ടത്തിലെ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അസീറിയൻ ഭീഷണിയും ബാബിലോണിയൻ പ്രവാസവും നാം ഓർക്കണം. അഹസ് രാജാവിൻ്റെയും ഹെസക്കിയ രാജാവിൻ്റെയും ഭരണകാലത്ത് ഈ പ്രവചനങ്ങൾ ജനങ്ങൾക്ക് വലിയൊരു ആത്മീയ വെല്ലുവിളിയായിരുന്നു. അഹങ്കാരം കൊണ്ടു നടന്ന ജെറുസലേമിലെ സ്ത്രീകൾക്ക് ലഭിച്ച താക്കീത് ശരിക്കും അക്കാലത്തെ സാമൂഹിക ജീർണതയുടെ പ്രതിഫലനമായിരുന്നു. ബാബിലോണിയൻ പ്രവാസത്തിൽ പോയി തിരിച്ചു വന്ന ആ ചെറിയ ഗണത്തിന് ഈ പ്രവചനം വലിയ ആശ്വാസവും നൽകി. നാശത്തിന് ശേഷമുള്ള ദൈവിക കരുണ അവർ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുകയായിരുന്നു എന്ന് പറയാം. ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്തു. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് നമുക്ക് കാണാം. ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ നഗരം വീണ്ടും പടുത്തുയർത്തപ്പെട്ടത് ദൈവത്തിൻ്റെ ശാഖ ഉദിച്ചുയർന്നതുകൊണ്ടാണ്. പ്രവാചകൻ്റെ വാക്കുകൾ അന്ന് കേട്ടവർക്ക് അത് ഭയത്തോടൊപ്പം തന്നെ വലിയൊരു ആത്മീയ ഉണർവിനും കാരണമായി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിലൂടെ സംഭവിക്കാനിരുന്ന വലിയ കാര്യങ്ങളുടെ ഒരു മുൻകുറിപ്പായിരുന്നു ആ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ. ഏശയ്യാ പ്രവാചകൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെക്കുറിച്ചും ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനങ്ങൾ പാപത്തിൽ ആറാടി നിൽക്കുമ്പോൾ സത്യം തുറന്നു പറയാൻ മടി കാണിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ ആർജവം വലിയൊരു മാതൃകയാണ്. കർത്താവിനോടുള്ള തീക്ഷ്ണത പ്രവാചകൻ്റെ ഓരോ വാക്കുകളിലും തുടിച്ചു നിൽക്കുന്നത് നമുക്ക് ഇവിടെ വായിച്ചറിയാൻ സാധിക്കും. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടിലും നാശത്തിലും അദ്ദേഹം വേദനിച്ചിരുന്നു എങ്കിലും ദൈവഹിതം നടപ്പിലാക്കാൻ അദ്ദേഹം ഉറച്ചു നിന്നു. ഒരേ സമയം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുന്ന ആത്മീയ പക്വത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രവാചകൻ കേവലം ഒരു പ്രഭാഷകൻ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വിപത്തുകളെ മുൻകൂട്ടി കണ്ട് ജനത്തെ ഒരുക്കുന്ന കാവൽക്കാരനായിരുന്നു. തൻ്റെ ദർശനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ട് വിറച്ച വ്യക്തിയായതുകൊണ്ട് പാപത്തോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ജനത്തിന് ഹിതകരമായ കാര്യങ്ങളല്ല, മറിച്ച് ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹം ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞത്. എണ്ണത്തിൽ കുറഞ്ഞവരെങ്കിലും അവശേഷിക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുമെന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയ വിശ്വാസം അടങ്ങിയിട്ടുണ്ട്. ഈ പ്രവാചകൻ്റെ ആത്മവീര്യം ഇന്നും സഭയിലെ ഓരോ പ്രഘോഷകനും വലിയൊരു പ്രചോദനമാണ് നൽകുന്നത്. എനിക്ക് അത് വലിയൊരു ശക്തിയാണ്. ഓരോ സമയവും ഏശയ്യായുടെ പ്രവാചകൻ ആ പുസ്തകത്തിലെ ഓരോ അധ്യായവും വായിക്കുമ്പോൾ ലഭിക്കുന്ന തീക്ഷ്ണത, ആ ഇൻസ്പിറേഷൻ, അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ഒരു അനുഭവമാണ്. അത് എനിക്ക് ഈ പറയുന്ന ഈ ഭാഗത്തോട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ അപ്പൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുമ്പോൾ മാത്രമാണ് ആ തീക്ഷ്ണതയിലേക്ക് നമ്മൾ പ്രവേശിക്കുക, ആ തീക്ഷ്ണത നമ്മൾ കത്തി ജ്വലിക്കുക എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ അധ്യായത്തിൽ നിന്നും സമകാലിക വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒത്തിരി പ്രയോഗങ്ങൾ നല്ല പാഠങ്ങളായിട്ടുണ്ട്. ഒന്നാമതായി, അഹങ്കാരവും ലോകപ്രശസ്തിയും ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ ഐഹിക സുഖങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ പാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയണമെന്ന ബോധ്യം നമുക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നമ്മെ ശുദ്ധീകരിക്കാൻ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നതാണ് ഇത് പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ അത് ദൈവത്തിൻ്റെ ശിക്ഷണമാണെന്ന് കരുതി നമ്മൾ സ്വയം തിരുത്തണം. സഭയിലെ ഓരോ വ്യക്തിയും ക്രിസ്തുവാകുന്ന ശാഖയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും കൂടെയുണ്ടാകുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയും കൂടിയാണ്. വിനീതരായവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ കഴിയൂ എന്ന വലിയ തത്വം ഇവിടെ വെളിപ്പെടുന്നു. അഹങ്കാരികൾക്ക് ഉള്ളതല്ല സ്വർഗരാജ്യം. ഏത് തകർച്ചയുടെ ഇടയിലും ഒരു പുനരുദ്ധാരണമുണ്ടെന്ന പ്രത്യാശ ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്.
പ്രതിസന്ധികളെ ദൈവത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാൻ ഈ വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയുമായി ഈ അധ്യായത്തെ ബന്ധിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുണ്ട്. ഇന്നത്തെ ലോകം ഉപഭോഗ സംസ്കാരത്തിലും ബാഹ്യമായ അലങ്കാരങ്ങളിലും മുഴുകിക്കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. യേശയ്യ പ്രവചിച്ചതുപോലെ മനുഷ്യൻ തൻ്റെ ആത്മീയമായ അടിത്തറ മറന്ന് ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പായുകയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും സ്നേഹരാഹിത്യവും അന്നത്തെ ജെറുസലേമിലെ അവസ്ഥയെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നേരിടുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. ഈ അധ്യായത്തിൽ പറയുന്ന അഭയസ്ഥാനവും പന്തലും നമ്മുടെ ഇടവക സമൂഹങ്ങളും കുടുംബങ്ങളുമായി മാറേണ്ടതുണ്ട്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും വളർന്നുവെങ്കിലും മനുഷ്യൻ്റെ ആന്തരിക ശൂന്യതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ആ ശൂന്യത കുറച്ചുകൂടെ തീവ്രമായി എന്ന് വേണം പറയാൻ. ക്രിസ്തുവാകുന്ന ശാഖയിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ ഈ ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ചൂടിലും കൊടുങ്കാറ്റിലും ക്രിസ്തുവിനെ അഭയമായി സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ആധുനിക കാലത്തെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരാൻ ഈ വചനം നമ്മെ വിളിക്കുന്നു. ലോകം നൽകുന്ന സുരക്ഷയേക്കാൾ വലുതാണ് ദൈവം നൽകുന്ന തണലെന്ന് നാം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തണം. പാപത്തിനെതിരായുള്ള ദൈവത്തിൻ്റെ നീതിപൂർവമായ ശിക്ഷാവിധിയെക്കുറിച്ചും ഈ അധ്യായം ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. പാപം ചെയ്ത ജനത്തെ ദൈവം തൻ്റെ ന്യായവിധിക്ക് വിധേയമാക്കുന്നത് അവരുടെ നാശത്തിനല്ല, മറിച്ച് വിശുദ്ധീകരണത്തിനാണ്. ദൈവത്തിൻ്റെ വിധി വരുമ്പോൾ ആർക്കും അതിൽ നിന്ന് ഓടിയൊളിക്കാൻ കഴിയില്ലെന്ന വലിയ സത്യം ഇവിടെയുണ്ട്. ന്യായവിധിയുടെ ആത്മാവും ദഹനത്തിൻ്റെ ആത്മാവും ജെറുസലേമിനെ ശുദ്ധീകരിക്കുമെന്ന് വചനം പറയുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലെന്നും അവിടുന്ന് നീതിയോടെ വിധിക്കുമെന്നും നാം ഓർക്കണം. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല, ദൈവത്തിൻ്റെ മാനദണ്ഡത്തിലാണ് നാം വിലയിരുത്തപ്പെടുക എന്ന് തിരിച്ചറിയുക. അനീതിയും അക്രമവും നടത്തുന്നവർക്ക് ഈ പ്രവചനം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മാനസാന്തരപ്പെടാത്ത ഹൃദയങ്ങൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവജനത്തെ സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശിക്ഷണ മാർഗമാണ്, ഡിസിപ്ലിനിങ് പ്രൊസീജിയർ. അവിടുത്തെ സ്നേഹം നീതിയോടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നാം വിസ്മരിക്കാൻ പാടില്ല. കാരണം അവിടുന്ന് എല്ലാവരെയും തുല്യരായി സ്നേഹിക്കുന്ന സ്നേഹമുള്ള ഒരപ്പനാണ്. ശിക്ഷാവിധിയെ ഭയപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കാനാണ് നാം ഓരോ നിമിഷവും പരിശ്രമിക്കേണ്ടത്. ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും വാഗ്ദാനങ്ങളും ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാപം കഴുകിക്കളഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണാം. സിയോനിൽ അവശേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന പദവി അത്രമാത്രം വലിയൊരു ദൈവാനുഗ്രഹമാണ്. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് ഈ അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ. ദൈവം നമ്മെ തനിച്ചാക്കില്ലെന്നും അവിടുന്ന് നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുമെന്നും ഉറപ്പുണ്ട്. കാരുണ്യവാനായ ദൈവം തൻ്റെ മക്കളുടെ കണ്ണീരൊപ്പാൻ എപ്പോഴും സന്നദ്ധനാണെന്ന് നാം അറിയണം. മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ അവിടുന്ന് തൻ്റെ സഭയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും. ഈ കരുണയുടെ സുവിശേഷം പ്രഘോഷിക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം ഈ അധ്യായത്തിൽ പ്രകടമാണ്. ആപത്തുകളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ വലിയൊരു പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ഈ അധ്യായം നമ്മെ ചിന്തിപ്പിക്കുകയും അതിനായി ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രവേശനത്തെയും അന്ത്യവിധിയെയും കുറിച്ചുള്ള സൂചനകൾ ഇതിലടങ്ങിയിരിക്കുന്നു. അന്ന് വിശുദ്ധരുടെ നാമങ്ങൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമെന്നത് രണ്ടാം വരവിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. സിയോനിലെ വിശുദ്ധമായ സഭയെ ക്രിസ്തു വീണ്ടും മഹത്വത്തിലേക്ക് ആനയിക്കാൻ വരുമെന്ന് നാം വിശ്വസിക്കുന്നു. ആ ദിവസത്തിനായി നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും ഒരുക്കമുള്ളവരായിരിക്കാനും ഈ പ്രവചനം പ്രേരിപ്പിക്കുന്നു. കർത്താവിൻ്റെ ശാഖയായ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ സകലരും അവിടുത്തെ മഹത്വം ദർശിക്കാനിരിക്കുകയാണ്. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് നിർമ്മലരായി നിൽക്കുന്നവർക്ക് മാത്രമേ അന്ന് സന്തോഷിക്കാൻ കഴിയൂ. രണ്ടാം വരവിൽ ക്രിസ്തു തൻ്റെ മക്കൾക്ക് നൽകുന്ന അഭയത്തെക്കുറിച്ചുള്ള ചിത്രം ഈ അധ്യായത്തിലുണ്ട്.
വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കണം. ഉറങ്ങുന്നവരല്ല, മറിച്ച് ഉണർന്നിരിക്കുന്നവരാണ് ആ നിമിഷത്തിന് യോഗ്യരായി തീരുന്നത് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക ഗണമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ആ പുണ്യ നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാം. ദൈവസന്നിധിയിൽ വിനീതനായി നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് യേശയ്യാ പ്രവചനം ഉറപ്പ് നൽകുന്നത്. അഹങ്കാരികൾ താഴ്ത്തപ്പെടുകയും എളിയവർ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്നത് ദൈവരാജ്യത്തിൻ്റെ വലിയ നീതിയാണ്. നാം എത്രത്തോളം ദൈവത്തോടടുക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ മഹത്വം നമ്മിൽ പ്രതിഫലിക്കും. ദൈവത്തിൻ്റെ പന്തലിന് താഴെ അഭയം തേടുന്നവർക്ക് ലോകത്തിലെ ഒരു ശക്തിയെയും പേടിക്കേണ്ടി വരില്ല. നാം പേടിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവാകുന്ന ശാഖയിലൂടെ നമുക്ക് ലഭിക്കുന്ന ജീവൻ അനുദിനം പുതുക്കപ്പെടേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് കൂദാശകളിലൂടെ. നമ്മുടെ കുറവുകളെ ദൈവകൃപയാൽ നികത്താൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ എന്ന് നാം തിരിച്ചറിയണം. വചനമാകുന്ന ഭക്ഷണം ആത്മീയ വിശപ്പടക്കാൻ നമുക്ക് കൃത്യമായി നൽകപ്പെടുന്നുണ്ട്. പല മാധ്യമങ്ങളിലൂടെ, പല ദൈവിക വഴികളിലൂടെ. ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന ഒരു ഹൃദയം നേടിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യേശയ്യായുടെ വാക്കുകൾ കേവലം ചരിത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ജീവനുള്ള വചനങ്ങളാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. യേശയ്യ 4-ാം അധ്യായം നമുക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസവും പുതിയൊരു വെളിച്ചവുമാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ദൈവം നമുക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചം തീർക്കുമെന്ന് നാം തിരിച്ചറിയണം. പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെയാണ് നാം ഈ അധ്യായത്തിലും കാണുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കരുത്താകട്ടെ. അവിടുത്തെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിനെയും മാറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ ശാഖയായ യേശുക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയവരായി വളരാൻ നമുക്കോരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ. സിയോനിലെ അവശേഷിക്കുന്ന ഗണത്തെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഇടവകളിലും ഭവനങ്ങളിലും സഭയിലും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ഈ വലിയ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കാരുണ്യം എന്നും കൂടെ ഉണ്ടാകട്ടെ.